ആചാര സംരക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് മുസ്ലിം സ്ത്രീകളുടെ ഇടയിൽ നമ്മൾ ഇന്ന് കണ്ടുവരുന്ന പർദ്ദയും നിഖാബും ഒക്കെ വരുന്നത്. അതിനെ ദേവിക എങ്ങനെ വളരെയധികം സപ്പോർട്ട് ചെയ്യും. നിങ്ങൾക്കറിയാമോ, ഈ നിക്കാബ് ആയാലും നിങ്ങൾ ഈ പറയുന്ന പർദ്ദ ആയാലും, നിക്കാബ് ഇസ് ജസ്റ്റ് വൺ വേർഷൻ ഓഫ് ദ പർദ്ദ, ഇറ്റ്സ് നോട്ട് യൂണിവേഴ്സൽ. നിക്കാബ് ഇട്ടിട്ടാണെങ്കിലും നിക്കാബ് ഇടുന്നത് പൊതുദർശനത്തിന് പോകാൻ വേണ്ടിയിട്ടാണ്. ദാറ്റ് ഈസ് യു ആർ അവൈലബിൾ ഫോർ സൈറ്റ് ആസ് ഡ്രസ്ഡ് ഇൻ ദാറ്റ് ഫോം. പക്ഷേ നമ്പൂതിരി സ്ത്രീകൾക്ക് അങ്ങനല്ല. നിങ്ങൾ അവരെ കണ്ടുകൂടാ. നിങ്ങൾ യു കനോട്ട് സീ എനി ബോഡി പാർട്ട് എന്നല്ല, യു കനോട്ട് സീ ദം അറ്റ് ഓൾ. ആ മറക്കൊടയും ആ വലിയ പൊതയും, ആ പൊതയും മറക്കൊടയും ഇടയിൽ കൂടെ പോകുന്നതല്ല ഒരു ലേശം. ഇൻഫാക്റ്റ് അങ്ങനെ കണ്ടുപോയാൽ അവർ ജാതിയിൽ നിന്ന് പുറത്താണ്. അവരെ അപ്പം തന്നെ സ്മാർത്ഥ വിചാരം ചെയ്ത് അവരെ പുറത്താക്കും, അടിച്ച് പുറത്താക്കും ലിറ്ററലി. പിന്നെ പടി അടച്ച് പിണ്ണം വയ്ക്കുക എന്ന് പറയില്ലേ, മരിച്ചതിന് സമാനമായിട്ട് കണക്കാക്കും. ഇതങ്ങനെയൊന്നുമല്ല. ഇത് ഈ പർദ്ദ ഇട്ട എത്രയോ സ്ത്രീകൾ കാർ ഓടിക്കാം. ഇൻഫാക്ട് പർദ്ദ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് ദേ ഗെറ്റ് ലോട്ട് മോർ ഫ്രീഡം. അതിപ്പോൾ ഞാൻ പറയട്ടെ, ഹിന്ദു സ്ത്രീകൾ സാരി ഉടുത്തപ്പോൾ ഇവിടെ ആർക്കും ഒരു പ്രശ്നവും ഇല്ലായിരുന്നല്ലോ. ഇപ്പം ഈ ഏർലി 20th സെഞ്ച്വറിയിൽ ഈ സാരി എന്ന് പറയുന്ന വസ്ത്രം കേരളത്തിലൊന്നും ഉള്ളതല്ല. കേരളത്തിൽ ഇന്ത്യൻ വസ്ത്രം പോലും അല്ല. ഇന്ത്യൻ വസ്ത്രം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ബ്ലൗസൊന്നും ഇല്ല സാരിക്ക്. ഇത് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നാണ് ഈ ബ്ലൗസും ഈ പെറ്റിക്കോട്ടും. ഇപ്പം നമ്മൾ ഈ ഉടുക്കുന്ന സാരി ഇറ്റ്സ് എ ബ്രിട്ടീഷ് ഇൻവെൻഷൻ. അത് ഇവിടെ കൊണ്ടുവന്നത് ഭയങ്കര ഇവിടുത്തെ മാറു മറയ്ക്കാതെയെന്ന് മാത്രമല്ല, ഒരു മേൽവസ്ത്രം മാത്രം ധരിച്ച് ഇട്ട് നടന്നിരുന്ന സ്ത്രീകളാണ്. ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് ഉചിതമായതും ആരും അങ്ങനെ വോയറസും ഒന്നും ഇല്ലായിരുന്ന ഒരു ഇറ്റ് വാസ് എ നോർമൽ സൈറ്റ്. നോബഡി സ്റ്റേഡ് അറ്റ് യു. ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് പറ്റിയ വസ്ത്രമായിരുന്നു. അപ്പോഴാണ് കുറേ പേര് പറഞ്ഞത് ഇത് മാന്യത പോരാ, ഇത് ശരിയല്ല, നിങ്ങൾ മറയ്ക്കണം, അപ്പോൾ അതിന് സാരി ഉടുക്കണം. ഇപ്പോൾ സാരി ഉടുക്കുന്നതിനെ ഒത്തിരി റെസിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ സ്ത്രീകൾ. ഈ ബ്ലൗസ് ഇടുന്നതിനെ ഒരുപാട് റെസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർ ബ്ലൗസ് ഇടാൻ സമ്മതിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പുറം ലോകത്തേക്ക് പോകാൻ ഒരുപാട്, ഈ നേരത്തെ പറഞ്ഞല്ലേ, നമ്മൾ ഒരുപാട് സർക്കാർ ഉത്തരവാദിത്തങ്ങളും ജോലിയും ചെയ്യേണ്ടി വരും. അതിന് പകരം ബട്ട് യു ഗെറ്റ് ടു ഗോ അറൗണ്ട്, യു ആർ എസ്കേപ്പിംഗ് ഫ്രം ദ ഫാമിലി, യു ആർ ആക്ച്വലി have a wider circle, bigger world, so you're willing to trade off. ഒരു ട്രേഡ് ഓഫ് ഉണ്ട് അതിൽ. അതേപോലെയാണ് ഈ സാരിയൊക്കെ ഉടുത്താൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ വിദ്യാഭ്യാസം ചെയ്യാം, സ്കൂളിൽ പോവാം, കോളേജിൽ പോവാം, ജോലി എടുക്കാം. അപ്പം ഇതിൻ്റെ അസൗകര്യം സഹിച്ചിട്ട്, അത് സരസ്വതി അമ്മയൊക്കെ ബ്യൂട്ടിഫുള്ളായിട്ട് എഴുതിയിട്ടുണ്ട്. ഈ സാരി പോലത്തെ ഇത്രയും വൃത്തിയായിട്ടൊരു വസ്ത്രം ധരിക്കേണ്ടി വന്നതിൻ്റെ UD6 ഡ്രസ് കോഡ് പോരെയെന്ന് അവർ ചോദിക്കുന്നത്. എല്ലാവർക്കും മുണ്ടെടുത്താൽ പോരെയെന്ന് അവർ ചോദിക്കുന്നത്. എല്ലാവരും ഒറ്റ മുണ്ടെടുക്കണം, എല്ലാവരും കുപ്പായം ഇടണം, അതുപോലെ അതിന് പകരം ഈ സാരി ഉടുത്ത് പെണ്ണുങ്ങൾ മാത്രം ഈ സാരി ഉടുത്തിങ്ങനെ പോകുന്നതെന്ന് അപ്പോഴില്ലാത്ത ഒരു ഭീതി. അപ്പോൾ അതേപോലെ 1980s ഒക്കെ ആകുമ്പം ഗൾഫ് മൈഗ്രേഷനിൽ ഏറ്റവും അധികം ഗുണം കിട്ടിയിരുന്നത് മുസ്ലിം സമുദായത്തിനാണ്. കിട്ടിയപ്പോൾ ഈഴവർക്ക് 19ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്ത് കിട്ടിയ ഓപ്പർച്യൂണിറ്റീസിന് സമാനമായ ഓപ്പർച്യൂണിറ്റീസാണ് മുസ്ലിം സമുദായത്തിന് 20th സെഞ്ച്വറിയുടെ അവസാനം കിട്ടുന്നത്. അപ്പോൾ ഒരുപാട് സ്ത്രീകളും ഈ പറഞ്ഞ പോലെയാണ്. മറ്റേത് ആധുനിക വിദ്യാലയങ്ങളിലേക്ക് പോകണമെങ്കിൽ ആധുനിക വസ്ത്രധാരണം ധരിച്ച് ദേഹം മൂടി പോകണം. അതിന് തയ്യാറായിട്ട് തന്നെയാണ് ആ സ്ത്രീകൾ സ്കൂളിലും കോളേജിലൊക്കെ പോയത്. അതേപോലെയാണ് മുസ്ലിം സ്ത്രീകൾക്ക്. റിമെമ്പർ, അന്ന് നമ്മുടെ ഹൊറൈസൺ എന്ന് പറയും, കൾച്ചറൽ ഹൊറൈസൺ നാഷണലാണ്. അപ്പം നാഷണൽ ലെവലിലെ വസ്ത്രധാരണം, ഹിന്ദു വസ്ത്രം എന്ന് പറഞ്ഞ് അംഗീകരിക്കപ്പെട്ടതാണ് ഈ സാരി. അതാണ് ഈ സ്ത്രീകളെല്ലാം സാരി ഉടുത്തത്. ഇവർ പഠിച്ച് കോളേജിലേക്കൊക്കെ വരുമ്പോൾ ഗ്ലോബലായി നമ്മുടെ കൾച്ചറൽ ഹൊറൈസൺ എന്ന് പറഞ്ഞാൽ ഗ്ലോബലാണ്. അപ്പോൾ ഗ്ലോബൽ ഇസ്ലാമിൻ്റെ പല മോഡൽസ് ഉണ്ട്. പലരും പല മോഡൽസ്. ഒത്തിരി പേര് ഈ മലേഷ്യയിലൊക്കെ പെൺകുട്ടികൾ, മലേഷ്യൻ സ്ത്രീകൾ, ഇന്തോനേഷ്യൻ മലേഷ്യൻ സ്ത്രീകൾ ഇടുന്ന പോലെ ലോങ് സ്കേർട്ടും മറ്റേ ഇതുണ്ടല്ലോ നിക്കാബ്, ആ സാധനമുള്ള നിക്കാബ് എന്താ പറയുന്ന ഒരു ഇതുണ്ട്. അല്ല, ഹിജാബാണ് റിലീജിയസ് ഡ്രസ്സ്. പക്ഷേ ഹിജാബും പർദ്ദയൊക്കെ ഒന്നല്ല. ഹിജാബ് ഇസ് റിലീജിയസ് ഡ്രസ്. ഹിജാബ് ധരിക്കണം എന്ന് തീരുമാനിക്കുന്നു. എങ്ങനെ ഹിജാബ് ധരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് അവർ they're looking around, around the globe they have many different models. Some people take the Saudi Arabian style, some people take the Malaysian style. In fact, Malaysian style ആണ് കേരളത്തിൽ കൂടുതൽ. Actually she clearly said that it's about women's rights being violated. That she clearly said. അപ്പോൾ അത് അങ്ങനെ എനിക്ക് യാതൊരു സംശയവുമില്ല. അവരുടെ എന്ന് മാത്രമല്ല, നിങ്ങൾ ഈ പറയുന്ന വാദത്തെ പൊളിച്ചു കളയുന്ന തെളിവാണ് നമുക്ക് എഡ്യൂക്കേഷണൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നൊക്കെ വരുന്നത്. ഈ ഹിജാബ് ഇട്ട പെണ്ണുങ്ങൾ ഇപ്പോൾ ഹിജാബ് ഇട്ട ശേഷം തന്നെയാണ് വലിയ തോതിൽ മുസ്ലിം പെൺകുട്ടികൾ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ അടക്കം ഉള്ളിൽ കയറുന്നതും ടോപ്പ് ആണ്. അത് അവർ ഹിജാബ് ഇട്ടത് കൊണ്ട്
അവർക്ക് അതിലെന്തെങ്കിലും ഇപ്പോൾ നിങ്ങൾ പറയുന്ന പോലെ അവരുടെ റൈറ്റ്സ് വയലേഷനാണ്, മുഖം കാണാത്തത് കൊണ്ട് അവരുടെ ഐഡൻറ്റിറ്റി അവരുടെ കഴിവുകൾ അവർ ഇല്ലാണ്ടായി എന്നൊക്കെ പറയുന്ന ആ വാദം എന്ത് തെറ്റാണെന്നുള്ളത്. മുഖം മറച്ച പെൺകുട്ടിയാണ് ഈ തവണ കർണാടകത്തിലൊക്കെ ടോപ്പറായിട്ട് വന്നിട്ടുള്ളത്. കേരളത്തിൽ എൻട്രൻസ് എക്സാം എടുത്ത് എൻട്രൻസ് എക്സാം റിസൾട്ട്സ് നിങ്ങൾ നോക്കിക്കോളൂ. ഇതൊക്കെ പ്ലീസ് നിങ്ങളുടെ അനുഭവം മറ്റുള്ളവരുടെ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ട് ഒരു കൺക്ലൂഷനിൽ എത്തരുത്. ഉള്ളിൽ നിന്ന് തന്നെ വരണം. അത് ഉള്ളിൽ നിന്ന് തന്നെ വന്നാലേ ഫലപ്രദമാവുള്ളൂ. അതും പ്രത്യേകിച്ച് ഇന്ത്യ പോലെ ഇത്ര അധികം മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു രാജ്യത്ത് ഈ പുറത്തുനിന്ന് നിങ്ങൾ ഇന്നത്തെ അവസ്ഥയിൽ പരിഷ്കരണം അടിച്ചേൽപ്പിക്കാൻ നോക്കിയാൽ അത് സ്ത്രീകൾക്ക് നെഗറ്റീവായിട്ടേ വരുള്ളൂ.